സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടാനകോടിയിലധികം അനുഗ്രഹങ്ങൾ തികച്ചും സൗജന്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് വെറുതെയാണെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അല്ലാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. ആ ആരാധന എന്ന് പറയുമ്പോൾ അത് കേവലം നമസ്കാരം, നോമ്പ് എന്ന് തുടങ്ങിയ നമ്മൾ മനസ്സിലാക്കിയ കേവലം ചില ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ സകല വാക്കുകളും കർമ്മങ്ങളുമെല്ലാം ആ ആരാധനയിൽ ഉൾപ്പെടുന്നുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അള്ളാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള പേടി, ലജ്ജ, അല്ലെ? പാപങ്ങളേറെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ തൗബ ചെയ്യാനുള്ളൊരു മനസ്സ്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, അള്ളാഹു പാപമോചനം നൽകുന്നവനാണ് എന്ന ഒരു പ്രതീക്ഷ, അതൊക്കെ ആരാധനയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ രക്ഷയിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ തൗബയിലും കാരുണ്യത്തിലുമുള്ള പ്രതീക്ഷ, അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹുവിനോടുള്ള സ്നേഹം തുടങ്ങിയ മനസ്സിന്റെ കർമ്മങ്ങൾ, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ആരാധനയിൽ ഉൾപ്പെടും. അല്ലെ? നമ്മൾ ചെറിയൊരു കുട്ടിയെ വാത്സല്യം കൊണ്ട് ചുംബിക്കുക എന്നതുപോലും അത് പുണ്യകരമാണ്, പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ അതിനൊരു പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. നമുക്ക് ബാധിക്കുന്ന ചെറിയ പ്രയാസങ്ങൾ, ശരീരത്തിനോ മനസ്സിനോ ഏൽക്കുന്ന ചെറിയ വിഷമങ്ങൾ, ഒരു പോറൽ ശരീരത്തിനേറ്റ, ഒന്ന് തോലുപോയി, അല്ലെ, ഒന്ന് വാണ്ടുപോയി, അല്ലെങ്കിൽ കുത്തിയിട്ട് ചെറിയ ചോര കല്ലിച്ചു പോയി, ഒരു ചെറിയ സങ്കടം, മനസ്സിന് ഏറ്റ ചെറിയൊരു വിഷമം പോലും, അത് ഭൗതികമായ കാര്യമാകട്ടെ, ആഖിറത്തിന്റെ ഏത് കാര്യമാകട്ടെ, ദുനിയാവിന്റെ കാര്യമാകട്ടെ, ആഖിറത്തിൻ്റെതാകട്ടെ, മനസ്സിന് ചെറിയൊരു വിഷമമേറ്റാൽ പോലും അതിന് പ്രതിഫലമുണ്ട്. വിശ്വാസിയാണോ? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളാണോ? അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ള ആളാണോ? അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് അതിലൊരു പ്രതിഫലമുണ്ട്. അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്നാണ്. ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ അതിലവൻ ക്ഷമിക്കും, അതവന് ഖൈറാണ്. ഒരു നന്മയുണ്ടായാൽ അപ്പോൾ അതെന്ത് ചെയ്യും? അവൻ വീണ്ടും നന്ദി കാണിക്കും. അൽഹംദുലില്ലാ, ഒരു നന്ദിയുടെ സുജൂദ്, നന്ദിയുടെ വാക്ക്, അല്ലെ, അതൊക്കെ അവനിൽ നിന്നുണ്ടാവും, ഉയരും, അതിനും അവന് കൂലി കിട്ടും, അതവന് പോസിറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിലെ സകലമാന പ്രവർത്തനങ്ങളും അനുകൂലമാക്കി മാറ്റാൻ, കർമ്മരേഖയിൽ കനം തൂങ്ങുന്നതാക്കി മാറ്റാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വിശ്വാസികൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത് അങ്ങനത്തെ രൂപത്തിലാണ് അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് തന്നെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ നമ്മൾ ആരെയും ആ വിഷയത്തിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെയും അല്ലാഹുവിനെ ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്ന ഒരവസ്ഥ അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അല്ലേ? ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സൂറത്തു അഹ്സാബിലെ 56-ാമത്തെ ആയത്താണ്. എത്രയോ തവണ കേട്ട ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതുഹു, നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളോടും യുസല്ലൂന അലൻ നബി, ആ നബിയോട് കാരുണ്യം കാണിക്കുന്നവരാണ്. അല്ലെ? നബിക്ക് സലാത്ത് ചെല്ലുന്നവരാണെന്ന് പറയുമ്പം അത് നബിയോടുള്ള കാരുണ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ല നിങ്ങൾ വട്ടത്തിലിരുന്നാണ്ട് സലാത്തില്ലാണെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ സലാത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു വിചാരം അങ്ങനെ വട്ടത്തിരുന്ന് ചെല്ലിക്കുത്തിരിക്കുന്ന. അപ്പൊ അള്ളാഹ് അങ്ങനെ അള്ളിയും മലക്കളൊക്കെ വട്ടത്തിരുന്ന് ചെല്ലിക്കുത്തിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹുവും അവന്റെ റസൂലും അള്ളാഹുവും അവന്റെ മലക്കുകളും ആ പ്രവാചകനോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ എന്ത് ചെയ്യണം? സലാത്ത് ചൊല്ലണം, സലാമു ചൊല്ലണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറങ്ങണം. ആർക്കാണ് ആയത്തിറങ്ങണത്? അള്ളാഹുവിന്റെ റസൂലിനാണ് ആയത്തിറങ്ങണത്. ആർക്കാണ് ഓതിക്കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കുന്ന സഹാബത്തിനാണ് റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു. ആരെപ്പറ്റി? ആ സഹാബത്തിനെ പറ്റി. ആരാണവര്? അവർ മുഹാജിറുകളാണ്, അവർ അൻസാറുകളാണ്.
അല്ലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ അവിടെ ആ പ്രബോധനം ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സത്യപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച വിരലെണ്ണാവുന്ന സഹാബത്ത് അല്ലെ അവിടെ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുകൊണ്ട് ആ ദഅവത്ത് തുടർന്ന് അവസാനം മക്കയിൽ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്ന സ്വത്തും സമ്പത്തുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപേക്ഷിച്ച് ജന്മനാടും വീടും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പലായനം ചെയ്തവർ അവരാണ് മുഹാജിറുകൾ. അല്ലെ ഇസ്ലാമിൽ ഏറ്റവും ദർജയുള്ള ആളുകൾ മുഹാജിറുകളും അൻസാറുകളുമാണ്. ആരാണ് അൻസാറുകൾ? അങ്ങനെ വന്ന മുഹാജിറുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആ മദീനയിലെ ഏറ്റവും നല്ല ഹൃദയമുള്ള മനസ്സുള്ള ആ മനുഷ്യരായ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവരാണ് അൻസാറുകൾ. അല്ലെ അപ്പൊ അതുകൊണ്ട് അവർക്കിടയിലേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്തത്. അപ്പൊ സൂറത്തു അഹ്സാബിലെ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവരുന്നയിച്ചൊരു സംശയമുണ്ട്. അല്ലയോ പ്രവാചകരെ, ഇതാ ഈ ആയത്തിറങ്ങി അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന്, പ്രവാചകന് സലാം ചെല്ലണമെന്ന്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന കൽപ്പനയുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളെ കാണുമ്പോൾ സലാം ചെല്ലാറുണ്ട്, എന്നാൽ ഈ സ്വലാത്ത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അത് എങ്ങനെയാണെന്നാ ചോദിച്ചത്. അല്ലെ സ്വലാത്തും സലാമും ചെല്ലണമെന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് ചോദിക്കാണ്, അല്ലെ സലാം ഞങ്ങൾ ചെല്ലാറുണ്ട് പ്രവാചകരെ, ആ സ്വലാത്ത് അതെങ്ങനെയാണ്? അല്ലെ അങ്ങനെ ആ ചോദ്യം ഉന്നയിച്ച സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് നമ്മളിപ്പോ ഓതുന്ന സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഞാൻ ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഓതിയ ഇബ്രാഹിമി സ്വലാത്ത് നമ്മളെല്ലാവരും നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ മയ്യത്ത് നമസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമി സ്വലാത്ത് ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു വഹയിറക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന്. അപ്പോൾ ആ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? അല്ലെ സലാം ചെല്ലണം എങ്ങനെയെന്ന് നമുക്കറിയാം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നവർ സലാം പറയാറുണ്ട്. അങ്ങനെ സ്വലാത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വഹയിറങ്ങി സ്വലാത്ത് പഠിപ്പിക്കണം. ആലോചിക്കി, അങ്ങനെ നമുക്ക് ഇറക്കപ്പെട്ട വഹിയാണ് ഈ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് എന്നുള്ളത്. എന്നാൽ ഇവിടെ നാരിയ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചില പ്രത്യേക എണ്ണം പിടിച്ചുകൊണ്ട് ചെല്ലുന്ന സ്വലാത്തുണ്ട്. അപ്പോ ആ സ്വലാത്തിനേക്കാൾ എന്തുകൊണ്ടും മികച്ചത് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു പഠിപ്പിച്ച വഹിയിറങ്ങി പഠിപ്പിച്ച സ്വലാത്താണ്. പക്ഷെ ആളുകൾ അത് ചെല്ലുന്നതിനേക്കാൾ കൂലിയും പവിത്രതയും എല്ലാം കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ നാരിയ സ്വലാത്തിനാണ്. എന്തുകൊണ്ടാണത്? അതാണ് സഹോദരങ്ങളെ, കൃത്യമായിട്ട് ദീന് അത് മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കണമെന്നാണ്. ദീന് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മൻഹജുണ്ട്. എന്തുകൊണ്ട് എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആ രൂപത്തിലാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. നമുക്ക് ആർക്കെങ്കിലും തോന്നിയ രൂപത്തിലല്ല സ്വലാത്ത് ചെല്ലേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതാണ് ദീനെന്നത് സമാവിയാണ്. ആകാശലോകത്ത് നിന്ന് അള്ളാഹു വഹയിറക്കിയതാണ്. അല്ലെ ളുഹർ നമസ്കാരം 4 റക്അത്താണ്. അതിനു മുമ്പുള്ള സുന്നത്ത് 2 റക്അത്ത് 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം അതൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അത് 5 റക്അത്താക്കാൻ, അല്ലെ ളുഹർ 5 റക്അത്താക്കാൻ, ളുഹറിന്റെ സമയം മാറ്റാൻ അതാർക്കും അനുവാദമില്ലാത്ത വിഷയമാണ്. അത് മതത്തിന്റെ നിയമമാണ്. അത് അള്ളാഹു നിയമമാക്കി അവതരിപ്പിച്ചതാണ്. അതിൽ മാറ്റം വരുത്താൻ അള്ളാഹുവിന്റെ റസൂലിന് പോലും അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ എന്നുള്ളത് ഇന്ന് ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അതാണ് ദീൻ എന്നുള്ളത്. അതിൽ മാറ്റമില്ല. എന്റെ സമുദായം 73 കക്ഷികളായി മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഉമ്മത്തെന്താവും 73 വിഭാഗമായി മാറുമെന്നാണ്. അതിലെല്ലാവരും നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. എല്ലാവരും, ഒരു വിഭാഗം ഒഴികെ എന്നാണ്. അപ്പൊ ചോദിക്കപ്പെട്ടു, ആരാണ് ആ ഒരു വിഭാഗം? ആരാണ് മൻ ഹിയ യാ റസൂലല്ലാഹ്? ആരാണ് ആ നരകത്തിൽ പോകാത്ത? 73 വിഭാഗം ഉണ്ടാവുമ്പോൾ 72 വിഭാഗവും നരകത്തിൽ പോകുന്നതാണ്. അതിൽ ഒരു വിഭാഗമാണ് സ്വർഗത്തിൽ പോകുക. അപ്പൊ ആ നരകത്തിൽ പോകാത്ത വിഭാഗം ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം പറഞ്ഞൊരു മറുപടി ഉണ്ട്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗമാണ് എന്ത്? ആ നരകത്തിൽ പോകാത്ത മാർഗം, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മാർഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വഹയി കണ്ടത്, ആ വഹയി അനുഭവിച്ചത്, ആ വഹയി നേരിട്ടത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. അല്ലെ ആ പ്രവാചകൻ, അവർക്കാണ് ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തത്. ആ പ്രവാചകന്റെ ജീവിതം കണ്ടവർ അവരാണ്. ഈ ഹദീസിനും ഈ ഖുർആനും ഹദീസുമാകുന്ന ആകാശലോകത്തിൽ നിന്ന് മനുഷ്യനെ നന്നാക്കാൻ അള്ളാഹു ഇറക്കിയ അള്ളാഹുവിന്റെ വഹയിന്റെ സാക്ഷികൾ അത് സഹാബത്താണ്.
ആ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബീകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ആദ്യത്തെ 3 നൂറ്റാണ്ടുകാരാണ്, അവർക്കാണ് അതിന്റെ നേരിട്ട് അത് ബോധ്യപ്പെട്ട ആളുകൾ. അതുകൊണ്ട് അവരെങ്ങനെയാണ് ഒരായത്ത് നോക്കിക്കണ്ടത്, എങ്ങനെയാണ് ഒരു ഹദീസ് അവർ മനസ്സിലാക്കിയത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കൽപ്പനയെ അവരെങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതൊരു സംഘടന എടുത്താലും ഏതൊരു പ്രസ്ഥാനം എടുത്താലും ഇസ്ലാമിന്റെ പേരിൽ അവകാശപ്പെടുന്ന ഏതൊരു കക്ഷിയോട്, വ്യതിയാന കക്ഷികളാണെങ്കിലും, അവരുടെ അടിസ്ഥാനം ഞങ്ങൾ ഖുർആൻ പറയുന്നു, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു വിഷയത്തിലാണ് അത് പറഞ്ഞത് എന്നും ആ പറഞ്ഞത് കേട്ട ആളുകൾ അതെങ്ങനെയാണ് ജീവിതത്തിൽ ഉൾക്കൊണ്ടത് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും തെളിവ് പിടിക്കുക എന്നത്. അതുകൊണ്ട് ഇപ്പൊ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനകൾ ആലോചിച്ച് നോക്കി. നിസ്കാരത്തിന് ശേഷം എന്താണ് ഇമാമ് പ്രാർത്ഥിക്കണം, എല്ലാവരും ആമീൻ പറയണം, കൂട്ടുപ്രാർത്ഥന എന്ന് പറയാം. എന്താണ് ഇപ്പൊ അതിനൊരു തെളിവുള്ളത്? റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തും 23 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് 23 വർഷം ജീവിച്ചു. നമസ്കാരം, ഫർള് നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം എത്ര തവണകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ ഇമാമായിട്ട് നിസ്കരിച്ചത്? എത്ര തവണ? ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചെയ്ത കാര്യങ്ങൾ സഹാബത്ത് കൃത്യമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോലും ചെയ്ത ഹജ്ജ് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 5 നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം മസ്ജിദുൻ നബവിയിൽ എത്ര ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. പക്ഷേ അതിലൊരു നമസ്കാരത്തിൽ പോലും സലാം വീട്ടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രാർത്ഥിച്ചതായിട്ട്, സഹാബത്ത് ഒന്നിച്ച് ആമീൻ പറഞ്ഞതായിട്ടുള്ള ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഹദീസിൽ എവിടെയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഉറക്കനെ പ്രാർത്ഥിച്ചു, ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു എന്ന ഒരു ഹദീസ് പോലും, ഇത്ര തവണ നമസ്കരിച്ചിട്ട് ആ വിഷയത്തിൽ ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇമാം ഉറക്കനെ പ്രാർത്ഥിക്കുക, മഅ്മൂം എങ്ങനെയാണ് ഉറക്കനെ ആമീൻ പറയാം? അതുകൊണ്ട് അതിനൊന്നും യാതൊരു തെളിവുമില്ല, യാതൊരു അസിലുമില്ല. അതിന്റെ തെളിവെന്താണ്? പ്രാർത്ഥന എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുണ്ട്. അതായത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കാൻ സാധ്യത കൂടുതലുണ്ട് എന്ന ഒരു അനുമാനം കൊണ്ട്, അല്ലെങ്കിൽ ഫർള് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് എന്നതുകൊണ്ട് അതിലേക്ക് കിയാസാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുക എന്നത് മതത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ ആലോചിക്കി, അള്ളാന്റെ റസൂല് ചെയ്യാത്തൊരു കാര്യം, അള്ളാന്റെ റസൂലും സഹാബത്തും എത്ര തവണ മസ്ജിദുൻ നബവിയിൽ ഫർള് നിസ്കരിച്ചിട്ടുണ്ട്? ഒരു ദിവസം 5 വട്ടം നിസ്കരിച്ചിട്ടുണ്ട്. എത്ര കാലം നിസ്കരിച്ചെന്ന് ആലോചിക്കുന്നത്? ഒരു പ്രാവശ്യം മാത്രം ചെയ്ത ഹജ്ജ് പോലും ഇത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മസ്ജിദുൻ നബവിയിൽ 5 നേരം എത്ര കാലം നിസ്കരിച്ചു? ആ നിസ്കാരത്തിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വക്തിന് പോലും അതായത് നബി സല്ലല്ലാഹു അലൈഹി നിസ്കാരം കഴിഞ്ഞിട്ട് കയ്യൊന്തിച്ച് കണ്ട് ഉറക്കനെ പ്രാർത്ഥിച്ച് സഹാബത്ത് ആമീൻ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ദീൻ എന്നത് അത് നമുക്കത് തോന്നിയാലേ നല്ലതല്ലേ, ചെയ്തൂടെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അപ്പൊ എന്താ ആഘോഷിച്ചാൽ എന്താ വലിയൊരു മോശമുള്ളത്? സഹോദരങ്ങളെ, അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു അങ്ങനെ ഒരു കൽപ്പന ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ചിട്ടില്ല, പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല, പ്രവാചകൻ ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മറ്റു സമുദായക്കാരുടെ ആചാരങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മറ്റു സമുദായക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത് എന്നാണ്. അല്ലേ? യഹൂദന്മാരോട് ഏത് കാര്യത്തിലും എതിരാകാനാണ് പറഞ്ഞത്. മീശ ചെറുതാക്കാനും താടി വെട്ടാനും പറയാനുള്ള കാരണം എന്താ? മീശയും താടിയുള്ള ആൾക്കാർ പണ്ടേ ഉണ്ട് അല്ലെ? വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, ചിന്തകന്മാരെയൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല വലിയ താടി, മീശ, ചുണ്ട് കാണാത്ത 3 ഇറങ്ങിക്കണ മീശയുള്ള ആൾക്കാരൊക്കെ പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് അവരോട് എതിരാകാനാണ് മീശ വെട്ടാൻ പറഞ്ഞത്. മീശ ചെറുതാക്കി ആ ചുണ്ട് ഇങ്ങനെ മേൽചുണ്ട് കാണണം എന്നാണ്. മീശ വെട്ടിക്കഴിഞ്ഞാൽ മേൽചുണ്ട് വ്യക്തമായി കാണുന്ന മീശ ഒരു വിശ്വാസിക്ക് പാടുള്ളൂ. മീശന്റെ മേലെ കൂടെ ഇറങ്ങി നിൽക്കുന്ന, ചുണ്ടിന്റെ മുകളിലൂടെ ഇറങ്ങി നിൽക്കുന്ന മീശ അത് ഇസ്ലാമിന്റെ മീശയല്ല. താടി വളർന്ന് അങ്ങനെ വിടുകയാണ്. അപ്പൊ അതേപോലെ താടി വളർത്തണം എന്ന് പറയുമ്പോ, മീശ വെട്ടണം എന്ന് പറയുമ്പോ അല്ലെ, ഈ നരച്ച മുടിക്ക് മൈലാഞ്ചി എന്തുകൊണ്ടാണ്? അത് യഹൂദന്മാര് മുടിങ്ങനെ വെളുപ്പിച്ച് വെള്ളാച്ചേക്ക് നടക്കുക ചെയ്യാം നരച്ചാല്. അപ്പൊ അതിന് എതിരാകാൻ വേണ്ടിയിട്ടാണ് മൈലാഞ്ചിനാൻ പറഞ്ഞത്, കളർ കൊടുക്കാൻ പറഞ്ഞത്, അവരോട് എതിരാകാൻ മീശ വെട്ടാൻ പറഞ്ഞത് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ട് നിസ്കരിച്ചാനാ പറഞ്ഞത്. ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറയാനുള്ള കാരണം എന്താ? അന്ന് മദീന പള്ളിയിൽ മണലിൽ നിന്നാണ് നിസ്കരിച്ചിരുന്നത്. അപ്പൊ ചെരുപ്പിന്റെ മേലെ കയറി നിസ്കരിച്ചു. എന്തുകൊണ്ടാണ്? യഹൂദന്മാര് ചെരുപ്പ് ഊരിച്ചിട്ടാണ് നിസ്കരിച്ച. ചെരുപ്പും ബെൽറ്റും എല്ലാ സാധനങ്ങളും അയച്ചാണ് നിസ്കരിച്ച. അതുകൊണ്ട് അത് ഇട്ട് നിസ്കരിച്ചാണ് പറഞ്ഞത്. എല്ലാത്തിനും എതിരാകാനാണ് പറഞ്ഞത്. സഹോദരങ്ങൾ, അങ്ങനെ എതിരാകാൻ പറഞ്ഞ പ്രവാചകൻ എങ്ങനെയാണ് മറ്റുള്ള ആചാരങ്ങളെ, ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവദിച്ചു തരിക? ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് ഈ ദീൻ എന്നത് നമുക്ക് തോന്നിയതൊക്കെ നല്ലതല്ലേ അല്ലെ? തിങ്കളാഴ്ച നോൽപുൽക്കാൻ നബി പറഞ്ഞില്ലേ എന്നാണ്. നബി ജനിച്ചത് തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് നബി നോമ്പൊറ്റത്
അപ്പൊ നബി നോൽപോൽക്കാൻ പറഞ്ഞില്ലേ, തിങ്കളാഴ്ച നബി ജനിച്ചിന്റെ സന്തോഷമല്ലേ, പിന്നെ ഒരു ബിരിയാണി കൊടുത്താൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും ബിരിയാണി കുടിക്കുന്നാല്, തിങ്കളാഴ്ച സഹോദരങ്ങളെ തിങ്കളാഴ്ച നോൽപോൽക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് കൊണ്ടാണ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച നോൽപോറ്റുകൊണ്ടാണ് ആഘോഷിക്കല്. അല്ലാതെ അത് എന്താണ് ഈ പറഞ്ഞ പോലെ ജാതി പ്രകടനം നടത്തിക്കൊണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ദീനാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്, ഇതിനൊക്കെ കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം, അത് പ്രവാചകൻ പഠിപ്പിക്കണം, അതിന് വഹി വേണം, അത് പ്രവാചകന്റെ അനുചരന്മാർ ഇതാ ഇങ്ങനെ കാണു എന്ന് ഞങ്ങൾ നബിയിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവർ ജീവിതം കൊണ്ട് അവർ കാണിച്ചു തരണം. അങ്ങനെ തെളിവില്ലാത്തതൊന്നും മതമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും നമുക്ക് വേണം. ഇതൊന്നും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയൂലെങ്കിലും ഇതൊന്നും ദീനല്ല, ഇതൊന്നും നബി കാട്ടിയിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബികൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഈ ഖുർആനും ഹദീസും ഇറങ്ങി ഓലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ദീനല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും സഹോദരന്മാരെ നമുക്ക് വേണ്ടേ. കാരണം ഇത് നമ്മളെ പരലോകത്തിന്റെ വിഷയമാണ്. ഇത് നമ്മളെ അലംഭാവം കാട്ടേണ്ട വിഷയമല്ല. ഇതിപ്പോ അരി ഏത് മറ്റേ ജയമാണോ മറ്റേ അരിമാണോ എന്നുള്ളതല്ല. ഏതരി വാങ്ങിയാലും ഇവിടെ ബാക്കിയാവും, നമ്മൾ തിന്നാലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഇതല്ല, ഇത് ദീനാണ്. ദീനിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ നാളെ പരലോകത്ത് കുടുങ്ങും, മഹ്ശറിൽ കുടുങ്ങും. പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വന്നു കണ്ടൊരു ചാൻസ് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പടച്ചോൻ തന്നൊരു ബുദ്ധി നമ്മളിതുകൊണ്ട് ഈ വിഷയം അതിനാണ് പടച്ചോൻ ബുദ്ധി തന്നത്. അതിനാണ് പഠിച്ചോൻ ബുദ്ധി തന്നത്. ഈ പറഞ്ഞ ദീന് അള്ളാഹുവിൽ നിന്ന് പറയും, അള്ളാഹുവിന്റെ റസൂലിനോട് ചേർത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറഞ്ഞതാണോ, അതൊക്കെ സഹാബത്ത് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എന്റെ നിസ്കാരം ളുഹർ 4 റക്അത്തായത് എന്റെ 5 ആക്കിക്കൂടെ എന്ന് കുതർക്കം പറയാനല്ല ബുദ്ധി വേണ്ടത്. അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് ഒരു സത്യവിശ്വാസി തന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദീൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് അയച്ച വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ പോലും പ്രവാചകന് തോന്നിയ കാര്യങ്ങളെയല്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ പോലും വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ, ആ പ്രവാചകൻ സംസാരിക്കുന്നത് പോലും ആ പ്രവാചകന് തോന്നിയ പോലെ സംസാരിക്കല്ല, ഒരു വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പോലും എന്ത് ചെയ്തിട്ടുള്ളത്, ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രവാചകൻ എനിക്കറിയില്ല എന്നാണ്. വഹി വരാത്ത വിഷയത്തിൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനല്ല പ്രവാചകൻ, അല്ലെ? മാനുഷികമായ പല കാര്യങ്ങളും മനുഷ്യനെ മറ്റുള്ളവരെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തതുണ്ട്. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ. വഹി എന്നത്, ഈ ദീൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നുള്ള വഹിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചാലും, ഇപ്പൊ പച്ചകുത്തരുത്, പുരികം വെട്ടരുത് എന്നൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ച സന്ദർഭത്തിൽ ഒരു സ്ത്രീ അദ്ദേഹത്തോട് ഒന്ന് പറയണ്ടല്ലോ, ഇതൊന്നും ഖുർആനിലില്ല എന്നുള്ളത്. അതൊക്കെ ഖുർആനിലുണ്ട് എന്ന് തർക്കിച്ച ഇബ്നു മസ്ഊദിനോട് ആ സ്ത്രീ, ഉണ്ട് എന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദിനോട് ആ സ്ത്രീ പറഞ്ഞത്, ഖുർആൻ ഞാൻ പല വായിച്ചിട്ടുണ്ട്, അതിലെവിടെയും അങ്ങനെ ഒരു ആയത്തില്ല എന്നാണ്. വെച്ചാൽ പച്ചകുന്നക്കുന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന കാര്യങ്ങളാണ്. പച്ചകുത്തിരുന്ന് ഇപ്പൊ എല്ലാവരും ഫാഷന്റെ പേരിൽ കയ്യിൽ ടറ്റൊക്കെ അടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ടറ്റടിക്കാത്ത പെൺകുട്ടികളെ കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ പച്ചകുത്തുക എന്നുള്ളത്. അപ്പൊ പച്ച കുത്തരുത്, നിങ്ങൾ പുരികം ഷെയ്പ്പാക്കരുത്, പുരികം വടിക്കരുത് എന്നൊക്കെ അന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി കാണാൻ പറ്റും. അത് ഖുർആനിൽ എവിടെയില്ല വെച്ചാൽ ഖുർആനിലുണ്ട്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ പ്രവാചകനെ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. പ്രവാചകൻ എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. ആ പ്രവാചകൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണമെന്ന് സൂറത്തു ഹശറിലെ ആയത്തോതിക്കൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞത്. അതായത് അതൊക്കെ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളാണ്. പച്ചകുത്തരുത്, പുരികം പ്ലക്ക് ചെയ്യരുത്, അതൊക്കെ ഖുർആനിലുണ്ട് വെച്ചാൽ അതൊക്കെ ഖുർആനിലുണ്ട്. കാരണം പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കണമെന്ന്, മാറി നിൽക്കണമെന്ന്, ചെയ്യരുതെന്ന് പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെന്നതുണ്ട് ഖുർആനിൽ എത്രയോ സ്ഥലത്തുണ്ട്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല എന്നുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ എന്തൊക്കെ കൽപ്പിച്ചോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു കൽപ്പിച്ചതിന് തുല്യമാണ് പ്രവാചകൻ കൽപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, ആ പ്രവാചകനെ പിൻപറ്റണമെന്നാണ്. ആ പ്രവാചകന്റെ ജീവിതം കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം, അന്വർത്ഥമാക്കണമെന്നാണ്. ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണെന്നാണ് പറഞ്ഞത്. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ്. എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ 23 വർഷം കൊണ്ട് കൃത്യമായി കാണിച്ചു തന്നു. ആ ജീവിതം നമ്മുടെ മുമ്പിൽ ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷവും എങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത് എന്ന നേർക്കാഴ്ച ഇന്നും നമ്മുടെ മുമ്പിൽ പച്ചയായി നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാന്റെ കൽപ്പനയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായി എന്നുള്ളത്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണമെന്നാണ്.
ആ പ്രവാചകന് സാക്ഷിയായ നമ്മൾ ആ പ്രവാചകന്റെ ജീവിതം പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വാസികളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുള്ള പേരാണ് മുസ്ലിം എന്നത്, അനുസരണയുള്ളവൻ, അള്ളാഹുവിനോടും റസൂലിനോടും വിധേയത്വമുള്ളവൻ എന്നത്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഇത് വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിന്റെ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.